ഗൈസ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? കൊട്ടാര വെയിൽ. ഇന്നത്തെ വീഡിയോ ഗൈസ് നമ്മുടെ വീട്ടിലെ മൊത്തത്തിലൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ ഉൾഭാഗമല്ല, അതായത് വീടിൻ്റെ ഗാർഡനും അതുപോലെ വേറെ കുറേ സംഭവങ്ങളുണ്ട്. നമ്മുടെ കുറേ പ്രശ്നങ്ങൾക്ക് പരിഹാരം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു പരിഹാരം, കുറച്ച് പൈസ നമ്മൾ ഈ വീട്ടിലെ വീട് നമ്മൾ ചിലവാക്കിയിട്ടുണ്ട്. ഇനി ചിലവാക്കേണ്ടി വരില്ല എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ വീടാകുമ്പോൾ എന്തായാലും മെയിൻ്റെനൻസ് വർക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം എന്തായാലും ഇപ്പം മുറ്റം കാണാൻ എങ്ങനെയുണ്ട്? ഇപ്പം ഈ ആഗ്രഹിച്ച പോലത്തെ ഒരു മുറ്റായോ? ആദ്യം എങ്ങനെയായിരുന്നു? ആദ്യം നല്ല, അതായത് വീട് വെച്ച ടൈമിൽ അടിപൊളി നല്ല വൃത്തിയായിരുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ കലാത്തിയ ഭയങ്കര ഉയരായി പോയി. അതായത് ഈ ചെടിയുടെ ഉയരായി പോയി. അപ്പൊ പിന്നെ വീട് കാണാതെ ശരിക്കും നമ്മളെ വീടിന്റെ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓൾറെഡി നമ്മളെ വീട് ഇത്രയും ഹൈറ്റിലാണ് നിൽക്കുന്നത്. സ്റ്റെപ്പ് കണ്ടില്ലേ? അപ്പൊ ഇവിടുന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ എന്താണ്, ഈ ചെടി ഇനിയും കുറച്ചും പാടെ വലുതാവും കേട്ടോ. ഈ ഒരു ഗ്രില്ലും ഇതൊക്കെയാണ് ഇതിന്റെ ഭംഗി. പക്ഷെ ആ ചെടി ഉള്ളതുകൊണ്ട് വീട് തന്നെ സിറ്റ് ഔട്ട് വരെ വീട് കാണാനില്ലായിരുന്നു. അത് സെൻട്രൽ ജയിലിൻ്റെ ഉള്ളിൽ അകപ്പെട്ട പോലെയായിരുന്നു. അപ്പോൾ അതെല്ലാം മാറ്റിയിട്ടുണ്ട്. നമ്മൾ A to Z എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി എന്നുള്ളത് കാണിച്ചാൽ നടക്കുക. അങ്ങനെ ഫ്രണ്ടേജുകൾ കണ്ടോളി. ഈ ഒരു ലെവലാക്കിയിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് മുറ്റം കിട്ടിയൊരു ഫീൽ നമുക്കില്ലേ? അല്ലേ? നല്ല മുറ്റായി. മെയിനായിട്ട് പണ്ട് എത്ര ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്ര വന്നിട്ട് ഇവിടുന്ന് മൊത്തം ചെടികൾ ഇങ്ങനെ പരന്ന് നിക്കുമ്പോ എത്ര ഈ കല്ലുണ്ടായില്ലേ? ആ കല്ല് വരെ ഉണ്ടായിരുന്നു. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചെടിയില്ലേ, ചെടി ഇങ്ങോട്ട് നിന്നായിരുന്നു. ഇങ്ങോട്ട് നിന്നപ്പോ എന്തായി, ഈ മുറ്റം മൊത്തം ഇതിപ്പോ കെട്ടി തിരിച്ചപ്പോ എന്താ, ഇനി അടിച്ചോരിയാലൊക്കെ നല്ല വൃത്തിയാവും. ഇത്രയും നമുക്ക് മുറ്റുണ്ട് കണ്ടോ. സിനുവിന്റെ ഏറ്റവും വലിയ പരാതിയായിരുന്നു, പെര വെച്ചു മുറ്റല്ല. മുറ്റമൊക്കെ ഇതേമാതിരി കെട്ടി തിരിച്ച് ഇതാക്കി കഴിഞ്ഞാൽ ഒക്കെ റെഡിയാവും അല്ലേ. നമ്മളിപ്പോൾ വെച്ചിട്ടുള്ളത് ഇതേ ഒരു തെയ്യാണ് കേട്ടോ. ഇത് ഓവറായിട്ട് നമുക്ക് വലുതാവില്ല. അടിയിൽ നിന്ന് നോക്കുമ്പോൾ ചുവപ്പും മുകളിൽ നോക്കുമ്പോൾ പച്ചയാണ് ഈ ഒരു ചെടിയുടെ പ്രത്യേകത. എന്താ ചെടിയുടെ പേരൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ ഇവിടെ വേറൊരു ചെടി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതേനെ ഇങ്ങനെ കയറ്റി വിടാനാണ്. അതൊരു മഞ്ഞ പൂ വരുന്ന പറഞ്ഞു. നമ്മൾ കുടിയിരിക്കുന്ന ടൈമിൽ വെച്ചാണ്. ഈ ചുമരിന് മൊത്തം ഇതേപോലെ എന്താവും, ഈ ഒരു ചെടി വരും. അവിടെയൊക്കെ വെച്ചായിരുന്നു, പക്ഷെ അതെല്ലാം പോയിട്ടുണ്ട്. പക്ഷെ ഇതിപ്പോൾ ഞാൻ വീണ്ടും ഓരോന്ന് വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒന്നൊക്കെ ഇത് പിടിക്കുക, അത് പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ സുഖമാണ്. അപ്പോൾ ഈ ഒരു ചുമര് മൊത്തം എന്തായി, ഇപ്പോൾ ഈ അട്ടപ്പാസാറ് പിടിച്ചതൊന്നും പിന്നെ നമുക്ക് കാണാൻ കഴിയില്ല. ഇത് മൊത്തം ഇതേപോലെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാനൊക്കെ നല്ല രസമാവും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ മൊത്തം നമ്മൾ എന്താക്കിയിട്ടുണ്ട്, പോളിഷ് ചെയ്തിട്ടുണ്ട്. ഈ കല്ല് എന്താണ്, ഇത് വെക്കുന്ന ഒരു ശ്രദ്ധ എന്താണെന്ന് വെച്ചാൽ നമ്മളിത് കടപ്പ കല്ലാണ്. ഇത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാവും. അത് ആദ്യത്തെ ഒരു 3-4 മാസമൊക്കെ. പിന്നെ നമ്മൾ നടന്നിട്ടൊക്കെ ഈ കല്ല് എന്താ പറയുക, വൃത്തിയില്ലാത്തൊരു കല്ലിൻ്റെ മാതിരിയായി മാറുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താക്കാം, ഇതേപോലെ ഒന്ന് പോളിഷ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതിലൊക്കെ ഒരു വെള്ളപ്പാണ്ട് കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മ രാവിലെ നനച്ചിട്ട് വെള്ളം നിന്നാട്ടോ അതിങ്ങനെ മായും. പിന്നെ അതിൽ വെള്ളം നിന്ന് കഴിഞ്ഞാലൊക്കെ നല്ല ഭംഗിയാണ്. ഈ പുറത്തെ ചെടികളൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈ ചെടി കണ്ടോ, ഒരു ബുഷ് പോലത്തെ ചെടി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഇവിടെ കുറച്ച് ചെടിയും പാടെ വെക്കാണ്ട് ഈ ഒരു ഏരിയ ഇതേമാതിരത്തെ പുല്ല് വെക്കാനുണ്ട്. പിന്നെ ഇവിടുത്തെ ചെടി മാറ്റിയിട്ടുണ്ട്. ഇവിടെ വേറൊരു കളറ് ചെടിയായിരുന്നു, അത് മാറ്റിയിട്ട് ഇതൊരു അതിനെന്താ സ്നേക്കോ അങ്ങനെ എന്തോ ആണ് പറയുക, ആ ഒരു സാധനം വെച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ നമ്മുടെ മുറ്റം ഉള്ളത്. അതായത് നമുക്ക് ഇവിടുന്ന് സിറ്റ് ഔട്ടിൽ നിന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അത്യാവശ്യം ഏരിയ ഉള്ള മാതിരി തോന്നുന്നുണ്ട്. പിന്നെ പുറത്തേക്കൊക്കെ നല്ലൊരു എല്ലാ വിസിബിളായിട്ട് കാണുന്നുണ്ട്. മറ്റ് മരം മൊത്തം ആവുകൊണ്ട് ആരൊക്കെ അതിനെ നടന്നു പോകുന്നതും കൂടി നമുക്ക് കാണില്ലായിരുന്നു. അതുകൊണ്ട് അതെല്ലാം വൃത്തിയായിട്ട് ഗൈസ് മുറ്റമൊക്കെ കണ്ടില്ലേ. ഇനിയാണ് നമ്മുടെ വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം. അതായത് ഈ ഒരു മുറ്റമൊക്കെ ഇങ്ങനെ റെഡിയാക്കാനുള്ള മെയിൻ റീസൺ കൂടി ഞാൻ പറഞ്ഞത്. ഞാൻ ഇനി പെരപ്പണി എടുക്കൂലെന്ന് വിചാരിച്ചതാ. അതെന്താണെന്ന് പറയാം, നമ്മൾ പെര ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ആ പെരയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പണി എടുത്തുകൊണ്ടിരിക്കും. കുറേ പേര് പറയും ഇത് പൈസന്റെ അഹങ്കാരമാണ്. പൈസന്റെ അഹങ്കാരം എന്ന് പറയാം, നമ്മളെ പെര എപ്പോഴും അതന്നെ. നമ്മളെന്താ വെച്ചാൽ ബാക്കിയുള്ളവർക്ക് അത് പൊള്ളും, അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ വെച്ചാൽ നമുക്ക് അതിനെ കുറിച്ചൊന്നും പറയാനില്ല ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മളെ പെര ഇതൊക്കെ നമ്മളിപ്പോൾ എല്ലാ കൊല്ലങ്ങളും ഓരോ ഒരു 3 കൊല്ലം കൂടുമ്പോൾ നിങ്ങൾ പെയിന്റ് മാറ്റില്ലേ,
അത് പൈസന്റെ അഹങ്കാരം കൊണ്ടല്ല. ആ പേരെ എപ്പോഴും ഇങ്ങനെ പെയിന്റ് അടിച്ച് വൃത്തി കൊണ്ടെടുക്കുക. കാരണം ഏതൊരു മനുഷ്യന്റെ ഏറ്റവും വലിയത് അതേനി വീട് ഉള്ളു ചിലപ്പോ നമ്മളെല്ലാം വൃത്തിയാക്കി ഇതാക്കുമ്പോ എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവൂലേ, മുറ്റൊക്കെ കല്ല് പതിച്ച് അങ്ങനെ അല്ലട്ടോ പറയണത്, നമ്മളെ പരിസരമൊക്കെ വൃത്തിയായി. അല്ല ഒരു പെരയൊക്കെ കയറി വരുമ്പോ വീടിന്റെ ഉള്ളു മാത്രല്ല അതിന്റെ പരിസരം അടിപൊളിയായിരിക്കും. ഓക്കെ, അപ്പൊ ഇത് ഇനി പഠിച്ചോരി തുടക്കാനൊക്കെ സുഖമാണ്. മറ്റേത് കുറച്ച് മോഡലായിരുന്നു, പക്ഷെ ആ മോഡൽ കുറച്ച് കഴിഞ്ഞപ്പോ എന്തായി, അത് ഫുള്ള് ഒരു അലങ്കോലായിട്ട് മാറിപ്പോയി. അപ്പൊ പിന്നെ കലാത്തി വെക്കണോൾക്ക് ഇതൊന്നുമില്ല, അതിന്റെ മെയിൻ്റെനൻസ് അല്ല, കലാത്തി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇതായിട്ടുള്ള മെയിൻ്റെനൻസ്, കാരണം കറക്റ്റ് കട്ട് ചെയ്യണം. ഇങ്ങനത്തെ മതിലല്ല, ആ വലിയ മതിലുണ്ടല്ലോ. അതായത് നമ്മളെന്താന്ന് വെച്ചാൽ നമുക്കൊരു ആഗ്രഹമായിരുന്നു കലാത്തി വെക്കണം എന്നുള്ളത്. കലാത്തി വെച്ചു, പക്ഷെ അത് വലുതായി കഴിഞ്ഞപ്പോൾ അത് വാണ്ടിയിരുന്നില്ലാന്ന് തോന്നി. കാരണം അത്രയും വലുതായി എപ്പോഴും മെയിൻ്റെനൻസും എല്ലാം ഇങ്ങനെ കരിഞ്ഞും കൊണ്ടും അങ്ങനെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാതായി. അതായത് നമ്മൾ എപ്പോഴും ഇവിടെ വേണം, നമ്മൾ ഇവിടുന്ന് മാറിക്കഴിഞ്ഞാൽ അതൊക്കെ നശിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അതൊക്കെ മാറ്റിയത്. പിന്നെ ഇതിലൊന്നും എപ്പോഴും നമുക്ക് വെള്ളം ഒഴിച്ച് ഇതാക്കാൻ പറ്റിക്കോളന്നില്ല. പിന്നെ ഇവിടെ വെച്ചിരുന്ന വെയിൽ കൊണ്ട് അങ്ങനെ കരിയുന്ന ഒരു ഇലയായിരുന്നു. അപ്പോൾ അത് മാറ്റിയിട്ട് വെയിൽ കൊണ്ടാലും പ്രശ്നമില്ലാത്തൊരു ഇല വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അപ്പുറത്തും വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞത് മെയിൻ പ്രശ്നം, വീട്ടിലെ ഇന്റെ ഏകദേശം എത്ര ജോഡി ചെരുപ്പ്, എൻ്റെ എത്ര ജോഡി പോയി? എൻ്റെ 2 ജോഡി പോയി. ഒരു ആദ്യം ഒന്ന് കടിച്ചോണ്ടേ എൻ്റെ 2 ജോഡി, ഇന്റെ 2 ജോഡി, ഉമ്മാന്റെ 1 ജോഡി, അതല്ലേ പോയിട്ടുള്ളൂ. അതായത് ഇന്റെ ഒക്കെ ഒരു അധികം ഇടാത്ത ചെരുപ്പുകളാട്ടോ പോയിട്ടുള്ളത്. ഇന്റെ 2 അല്ല, എന്റെ 3 ജോഡി ഇവിടെ പോയിക്കണേ. അപ്പൊ ഷൂറാക്ക് ഉണ്ട് ഗൈസ്. ഷൂറാക്കില് ഇത് നോക്കാം, ഷൂറാക്കില് നമുക്ക് ചെരുപ്പുകളൊക്കെ ഉണ്ട്. അതായത് ഈ ചെരുപ്പുകളൊക്കെ നമ്മള് ഇങ്ങനത്തെ വെച്ചാല് അതായത് ഇതില് നമുക്ക് ആവശ്യമുള്ളത് വെച്ചാൽ മതി. പക്ഷെ നമ്മൾ രാത്രിയൊക്കെ പെട്ടെന്ന് ഊരിട്ടിട്ട് ഇനി പുറത്തേക്ക് പോകാൻ നോക്കുമ്പോ ചെരുപ്പാണല്ലോ. അതായത് സെക്കൻഡുകളോണ്ടാണ് നായ കൊണ്ടുപോകുന്നത്. അത് പിന്നെ നമുക്ക് വന്ന പാട് ചൂറാക്കിൽ എടുത്ത് വെക്കാൻ നമ്മൾ ആരും നിൽക്കില്ല. അത് വെക്കണ പോലെ ഉണ്ടാവും. നമ്മളെന്താ വെച്ചാൽ അഞ്ഞും പുറത്തേക്ക് പോകാണ്ടല്ലോ വെച്ചിട്ട് അവിടെ വെക്കും. അത് അപ്പോഴേക്കും അതായത് നായ കൊണ്ടുപോയ ചെരുപ്പുകളുടെ എണ്ണം ഞാൻ കാണിച്ചുതരാം ഗൈസ്. നായ കൊണ്ടുപോയ ചെരുപ്പുകളുടെ, അതായത് ഈ ചെരുപ്പിന്റെ ഒരു തവണ നായ കൊണ്ടുപോയപ്പോഴാണ് ഞാൻ ഈ ചെരുപ്പ് പുറത്തേക്ക് ഇട്ട്, ഈ ചെരുപ്പ് കണ്ടോ കടിച്ച് മുറിച്ചിട്ടിക്കണുണ്ടോ, കണ്ടോ? ഇതിന്റെ ഒരു തവണ പച്ചയാക്കി, അത് നിങ്ങൾക്ക് അന്ന് ഞാൻ കാണിച്ചു തന്നിരുന്നു. പിന്നെ അങ്ങനെ മറന്നു. അതായത് പിന്നെ ഇനി ചെരുപ്പുകളുണ്ട്, സിനുവിന്റെ ഒക്കെ ചെരുപ്പുണ്ട് ഇവിടെ കിടക്കുന്നുണ്ട്. ആ പുതിയ ഷൂ ഒക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. എവിടെ വെച്ചിക്കണെന്ന് അറിയില്ല, ഇവിടെ തന്നെ ഉണ്ട്. ഇതിന്റെ ബാക്കിയൊക്കെ ഇവിടെ തന്നെ. ഇയ്യ കൊണ്ടയോ ആ ചെരുപ്പ് കാണാനല്ലോ. ഞങ്ങള് ചെടി വെച്ചപ്പോ എല്ലാരും പറഞ്ഞിരുന്നു. അപ്പൊ ഞങ്ങള് പ്ലാവ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. പ്ലാവ്, തെങ്ങും തൈ, അതേമാതിരി നായ ചാടാനുള്ളതിന്റെ നമ്മൾ വെച്ചത് അതാ ഈ ഗ്രില്ല്. അതായത് ഇതേനായിരുന്നു നായ ചാടിയിരുന്നത്. ഓര് ഇവിടെ ചവിട്ടിയിട്ട് ഇങ്ങോട്ട് ചാടുക. അപ്പൊ ഞങ്ങൾ എന്താക്കി, അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ ഗ്രില്ല് അടിച്ചു. ഇത് മൊത്തം ഇത് ഇവിടെ തൊട്ടിട്ട് ഇതിന്റെ മുകളിൽ കൂടെ ഒക്കെ സെൻട്രൽ ജയിലില് മതിൽ കെട്ടണ മാതിരി മൊത്തം ഗ്രില്ല് അടിച്ചു. അതേമാതിരി അവിടെ നായ അതിന്റെ ഉള്ളിൽ കൂടെ ചാടായിരുന്നു, അവിടെ നമ്മൾ ഗ്രില്ല് അടച്ചു. ഇപ്പൊ നായകൾക്ക് ഇതിനെ ചാടാൻ പറ്റാണ്ടായി. ഇനിയിപ്പോ പേരുടെ ഉള്ളിലുള്ള ഒരു നായ മാത്രമേ ഉള്ളൂ, വേറെ പുറത്തൊന്നും നായില്ല. ഞാൻ പുറത്ത് കാണിച്ചു തരാം. എനിക്ക് ഈ വീട്ടിൽ വെച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മരം ഇതാണ് കേട്ടോ. അതായത് മുള ബാമ്പു. ഇത് ഭയങ്കര നല്ല ഭംഗിയിൽ വന്നു. അതേപോലെ അവിടെ ഉള്ള ചെടി, ബാക്കിയൊക്കെ കലാത്തി നല്ല രീതിക്ക് വന്നു. പക്ഷെ അത് നമുക്കതൊരു ബുദ്ധിമുട്ടായി പിന്നെ കണ്ടല്ലേ. ഇതിനൊക്കെ നമ്മൾ പെയിന്റ് അടിച്ചിട്ടുണ്ട്. പെയിന്റ് പിന്നെ ഫുള്ള് തേങ്ങിയില്ല, അത് വരും. ഈ പുറത്ത് നമ്മൾ എന്താക്കി, ഇതിന് നായ ചാടിയായിരുന്നു. ഇവിടെ എല്ലാം ഗ്രില്ല് വെച്ചു, ഇവിടെ ഗ്രില്ല് വെച്ചു. അതേമാതിരി ഈ പുറത്തുനിന്ന് ആ തലവരെയും വീടിന്റെ 4 പുറം ബന്ധസ്ഥാക്കി. അതായത് നമ്മൾ ആദ്യം വെച്ച് മതിലൊക്കെ കെട്ടിയായിരുന്നു, പക്ഷെ നായകൾക്ക് ചാടാനുള്ള ഒരു ഹൈറ്റ് മതിലുണ്ടായിരുന്നു. ഈ നായകൾക്ക് പോയിട്ട് ആർക്കും ചാടാൻ കഴിയില്ല. നായകൾ ഇപ്പൊ എന്താ ചെയ്യണമെന്ന് അറിയോ, പെരന്റെ 4 പുറം കടന്ന് തിരിയെ ഓലിക്ക് ഇതിന്റെ ഉള്ളിൽ കയറണം. കാരണം എത്ര ദിവസം ഇതിന്റെ ഉള്ളിൽ കയറി എല്ലാരും മതില് നല്ല വലിയ മതില്. ഇവിടെ മാത്രമേ നായ്ക്കളുണ്ടാവില്ല. ഇവിടെ മാത്രമേ നായ്ക്കൾ. 4 പുറം ഉള്ളവരൊക്കെ പറയും ഇഫല എന്റെ ഇവിടെ വേറെ വിറ്റാതല്ല, സിനുവിന്റെ ചുരിദാർ അടക്കം കണ്ടമാനം തുണികളും പോക്കുണ്ട്. കാരണം ഇവിടെ ഇത്രയും ഡ്രസ്സ് തോരിയിടും. നായ ഇതേനെ വന്നിട്ട് സിനുവിന്റെ ഡ്രസ്സ് മാത്രം എന്താക്കും, നായ കടിച്ചോണ്ട് പോകും. അതിന് എന്നോട് കയറി പിടിച്ച് നിൽക്കും. ഒരു ടോപ്പ്, ഒരു മാക്സി, പിന്നെ നായ കടിച്ചു വലിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇടാൻ തോന്നില്ല. നമ്മളെ വില കൂടിയ ഡ്രസ്സുകളും പിന്നെ നമ്മളെ എത്ര ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളൊക്കെ നായ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുള്ളത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കായ് ചിലവായാലും വേണ്ടിട്ട് എൻ്റെ ഫോൺ എടുത്ത് തലേ അധികം നടന്നു വരുന്നുണ്ട് കേട്ടോ.
അതൊക്കെ റെഡിയാക്കി. പിന്നെ ഇവിടുത്തെ ചെടികളൊക്കെ ഒപ്പം വെച്ച് വെട്ടി. മൊത്തത്തിൽ ഒരു 3-4 ദിവസത്തെ പണി ഉണ്ടായിരുന്നു. കല്ലൊക്കെ പോളിഷ് ചെയ്ത് ഇപ്പം നല്ല വൃത്തിയിലാണ് വരെ നിൽക്കുന്നത്. ഇപ്പോൾ കുറച്ച് പൈസ ചിലവായെങ്കിലും സങ്കടമൊന്നുമില്ല. കാരണം ഒരുപാട് നാശനഷ്ടങ്ങൾ അവിടെ സംഭവിച്ചിരുന്നു. എൻ്റെ കുട്ടി വന്നാട്ടെ. എത്തിപ്പോയി ഗായ്സ്. ഇനിയിപ്പോ എനിക്ക് കാല് കൊള്ളു. എന്തായാലും മുറ്റം പണിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ മെയിൻ പ്രശ്നം, ഉമ്മാന്റെ എത്ര ചെരുപ്പ പോയി? ഉമ്മാന്റെ 1, സിനുവിന്റെ 2, ഇന്റെ 2, 3 ചെരുപ്പ്, ഡ്രസ്സ് ഒക്കെ നായ്ക്കൾ കടിക്കലും പിടിക്കലൊക്കെ ആയിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ഗേറ്റ് വെച്ച അല്ല 4 പുറം ഗ്രില്ല് വെച്ച സ്ഥിതിക്ക് മുറ്റം കൂടി അങ്ങോട്ട് വൃത്തിയാക്കി മൊത്തം പണി കഴിഞ്ഞു. ഇപ്പൊ എന്തായാലും അടിപൊളിയല്ലേ, പ്രശ്നങ്ങൾക്ക് പരിഹാരമായില്ലേ. ഇനി അടുത്ത കൊല്ലം പണിയൊന്നുമില്ല. അതിപ്പോ എന്തായാലും പണികളുണ്ടാവില്ലേ. ഇനി കുറെ കഴിഞ്ഞപ്പോ പെയിന്റ് ഒന്ന് മാറ്റാൻ തോന്നുമ്പോ പെയിന്റ് മാറ്റും. വേണ്ടേ? പെരമ പൈസ ഇറക്കിയ കാണൂലാന്ന്. പിന്നെ പൈസ ഉണ്ടാക്കുന്നത് ചെലവാക്കാൻ തന്നെയല്ലേ. ഇതിങ്ങനെ പൊട്ടി പിടിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പെരയൊക്കെ എന്തായാലും നിങ്ങൾ കണ്ടില്ല. ഇത്ര നമ്മൾ റിനോവേഷൻ പണി ചെയ്തിട്ടുള്ളൂ. ഇതാണ് ഇടിച്ചക്കി മുതിരയും അല്ലേ. ചില പാലക്കാട് നാട്ടിലൊക്കെ ഇതിന് കൊള്ളുന്ന പറയാ. നിങ്ങളുടെ നാട്ടിലെന്താ പറയാ? ഓളെ നാട്ടില് കുതിര അല്ലേ? ആ, മുതിര. ഇതെന്ത് കറിയാ? ഞാൻ ചിക്കൻ വാങ്ങിയായിരുന്നല്ലോ. എവിടെ? ഇന്നലെ വെച്ചോ? ഇപ്പൊ എന്താ മെയിനോ? ഇന്നലെ ചിക്കനും നെയ്ച്ചോറും, ഇന്ന് മുതിരയും കുമ്പളങ്ങ കൂട്ടാനും. വേറെന്താ? മീനുണ്ടോ? കുറച്ച് മീനും ഉണ്ട്. ഇടയ്ക്കൊക്കെ ഒന്ന് ചേഞ്ച് നല്ലതാ. എപ്പോഴും ചിക്കൻ ആയി കഴിഞ്ഞാൽ പ്രശ്നാ അല്ലേ? എന്ത് പിടിച്ചാ കിട്ടൂല. നമ്മളെ നാട്ടിൽ മാത്രം മഴ പെയ്തിട്ടില്ല. എങ്ങനെ വെള്ളം നിൽക്കണേ. ഓ ഗൈസ്, അപ്പം എന്തായാലും ചക്കര കുട്ടിക്ക് ചോറ്, നമ്മുടെ കുട്ടികളെ ചോറ് തീറ്റ കഴിഞ്ഞു, അനേൻ്റെ ചോറ് തീറ്റ കഴിഞ്ഞു. അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. അപ്പോൾ എന്തായാലും വീടും റിനോവേഷൻ വർക്കൊക്കെ നിങ്ങൾ കണ്ടില്ല. പെരയുടെ ഉള്ളിലൊന്നും നമ്മൾ വർക്ക് എടുത്തിട്ടില്ല. പെരയുടെ പുറത്ത് മാത്രം വർക്കുകൾ എടുത്തിട്ടുള്ളൂ. 4 പുറം വൃത്തിയാക്കി ഗൈസ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. 3-4 ദിവസം അല്ല, ഒരാഴ്ച ആയിട്ട് നമ്മൾ വീട് 4 പുറം വൃത്തിയാക്കുന്ന പരിപാടികളായിരുന്നു. ഇപ്പം ഏകദേശം ഒക്കെ ഒന്ന് വൃത്തിയായിട്ടുണ്ട്. കാണാൻ തന്നെ ഒരു ഹൗസായിട്ടുണ്ട് അല്ലേ. അപ്പം എന്തായാലും വീടും പരിസരവും വൃത്തിയാക്കിയാൽ തന്നെ വീടിനും ഭംഗി ഉണ്ടാവുള്ളൂ. ഇപ്പം നമ്മളൊക്കെ അങ്ങനെ തന്നെ. നമുക്ക് മുടിയും താടിയും കുറേ വളർന്നു കഴിഞ്ഞാൽ നമ്മളെ കാണാൻ വലിയ ചുരുക്കൊന്നും ഉണ്ടാവില്ലല്ലോ. അതേപോലെ തന്നെ നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കണം. എന്നാൽ നമ്മുടെ വീട് നന്നാവും അല്ലേ. ഉണ്ടാവില്ല. പിന്നെ ആരാണ് നന്നാവാത്ത? മനുഷ്യന്മാരോ ആണുങ്ങളോ? ഓ ശരി എന്നാ. ഓക്കെ ഗൈസ്, അപ്പം എന്തായാലും ബൈ.